ലോകത്തെ എല്ലാ പ്രത്യയശാസ്ത്രങ്ങളും അവകാശങ്ങളെക്കുറിച്ച് മാത്രമാണ് ഉം. മനുഷ്യനെ ബോധവൽക്കരിക്കുന്നത്. ഇസ്ലാം എപ്പോഴും അവകാശം വാങ്ങിക്കൊടുക്കും. ഉം. പക്ഷേ വ്യക്തിനോട് ഇസ്ലാം അവകാശത്തെക്കുറിച്ചല്ല കൂടുതൽ പറഞ്ഞ് കടപ്പാടിനെ കുറിച്ച്, കടപ്പാടിനെ കുറിച്ചിട്ടാണ് കൂടുതൽ. കൊടുക്കുന്നതിനെ കുറിച്ചാണ്. ഇങ്ങോട്ട് എന്ത് കിട്ടും എന്നുള്ളതിനെ കുറിച്ചല്ല, ആ, ആ. നമ്മൾ അങ്ങോട്ട് ചെയ്യേണ്ടതിനെ കുറിച്ചാണ്. അപ്പോൾ എന്ന പോലെ ഏൺ ചെയ്യാന്നുള്ളത് മുസ്ലിം സമുദായത്തിൽ ഉം. പെണ്ണുങ്ങൾക്ക് പണ്ടേ ഉണ്ട്. ഉള്ളതാണ്. ഉള്ളതാണ്. അതിന് സാധ്യമാണ്, തടസ്സങ്ങളില്ല. അതിനൊന്നും ഇപ്പോൾ തടസ്സമൊന്നുമില്ല. ഇല്ല. ജോലി കിട്ടിയേ പറ്റുള്ളൂ. ജോലി ഇല്ലാതെ നിലനിൽപ്പ് സാധ്യമല്ല നിലനിൽപ്പ് സാധ്യമല്ല. എന്ന അല്ലെങ്കിൽ തോട്ടിലേക്ക് ഭർത്താവിന്റെ പോകണ്ട. ചെലവിൽ കഴിയണത് എന്തല്ല, ഒരു മോശം പരിപാടിയാണ്. മോശമാണ്, കഴിയണ ഒരു മാന്യതയല്ല അടിമത്തമാണ് എന്നൊക്കെ എന്ന ചിന്തിക്കുന്നത് ചിന്ത, അതാണ് നമ്മൾ വിമർശിക്കുന്നത്. അത് അതിനെയാണ് ആ വിമർശിക്കും. അത് ഈ ഒരു സാ- അവകാശങ്ങളെ കുറിച്ച് അമിതമായി ചിന്തിച്ചാൽ തന്നെ ഒക്കെ പൊട്ടും. ലോകത്തെ എല്ലാ പ്രത്യയശാസ്ത്രങ്ങളും അവകാശങ്ങളെ കുറിച്ച് മാത്രമാണ് ഉം. മനുഷ്യനെ ബോധവൽക്കരിക്കുന്നത്. ഉം. കമ്മ്യൂണിസം മുതൽ, അത് തെറ്റാണെന്നല്ല, ഉം. പക്ഷെ അവകാശം ഫോക്കസ്ഡ് ആണല്ലോ. ഉം. 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 ഫെമിനിസം അതാണ്. അവകാശം ഫോക്കസ്ഡ് ആണ്. ഇസ്ലാം എപ്പോഴും അവകാശം വാങ്ങിക്കൊടുക്കും. ഉം. പക്ഷേ വ്യക്തിനോട് ഇസ്ലാം അവകാശത്തെക്കുറിച്ചല്ല കൂടുതൽ പറഞ്ഞ് കടപ്പാടിനെ കുറിച്ച്, കടപ്പാടിനെ കുറിച്ചിട്ടാണ് കൂടുതൽ. കൊടുക്കുന്നതിനെ കുറിച്ചാണ്. ഇങ്ങോട്ട് എന്ത് കിട്ടും എന്നുള്ളതിനെ കുറിച്ചല്ല, ആ. നമ്മൾ അങ്ങോട്ട് ചെയ്യേണ്ടതിനെ കുറിച്ചാണ്. അതെ. ആ ഒരു കൊടുക്കുന്നതിനുള്ള, കടപ്പാടിനുള്ള ബാധ്യതയും ആ ബോധവും ആ. പാരസ്പര്യം കൂടി ഉണ്ടായി കഴിഞ്ഞാലാണ് സമൂഹം സമൂഹം വെൽഫെയർ മുന്നോട്ട് പോകുള്ളൂ. ആവുള്ളൂ. അല്ലെങ്കിൽ പറഞ്ഞാൽ എല്ലാവരും അവനവൻ്റെ അവകാശം ചോദിച്ചു പോകുമ്പോൾ ഇതെല്ലാം പൊട്ടിപ്പോവുക ചെയ്യാം. ഉം. ഉം. അപ്പം ഇത് ഇപ്പം നമ്മൾ പറഞ്ഞു വന്നത്, ഇപ്പം ഈ ഒരു കുടുംബജീവിതം ഉം. ഉപേക്ഷിച്ച്, അല്ലെങ്കിൽ കുടുംബത്തിൽ സ്വന്തം കാലിൽ നിൽക്കുക, ഉപേക്ഷിക്കണ ഒരു ആംഗിൾക്ക് നമ്മൾ എത്തിയിട്ടില്ല. ഉം. നമ്മളിപ്പോൾ വന്നതിലാണ് എന്താ, സ്വന്തമായി ജോലിയും കരിയറും വേണം വേണം എന്നുള്ള എന്ന് വാശി, ദുർവാശി. എന്ന വാശിയും ആ. അതിൻ്റെ ചില തലങ്ങളുമാണ്. നമ്മളിപ്പോൾ അതിനെ വിമർശിക്കൊന്നുമല്ല. ജോലി ഇപ്പോൾ പെൺകുട്ടികൾക്ക് ജോലി ഉണ്ടാവുന്നതിനോ അല്ലെങ്കിൽ അവരിപ്പോൾ ഒരു മുസ്ലിം ആകുമ്പോൾ ഇസ്ലാമികമായ ചിട്ടകൾ പാലിക്കണം. ചുറ്റുപാട്. അതിപ്പോൾ സ്വന്തം ഏൺ ചെയ്യുന്നതിന് നമുക്ക് തടസ്സങ്ങളില്ല. അതിലൊന്നും മാത്രമല്ല ഇസ്ലാമിന് തടസ്സമൊന്നുമില്ല. അതിന് സുരക്ഷിതമായ മാർഗങ്ങളുണ്ട്. ആ, അത് സ്വീകരിക്കുന്നതിന് അതാണ്. ഇന്നിപ്പോൾ തടസ്സമില്ല. അങ്ങനെ ഇപ്പോൾ ഓൺലൈനായിട്ടോ അതല്ലെങ്കിൽ സ്ത്രീകൾക്ക് അവരുടേതായ കൂട്ടായ്മകളിലൂടെയോ ചെയ്യാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെയൊന്നും ഏൺ ചെയ്യുന്നതിന് കുഴപ്പമില്ല. എന്ന് മാത്രമല്ല, നമ്മളെ മുൻ തലമുറയിലെ പെണ്ണുങ്ങളും ഏൺ ചെയ്തിരുന്നു എന്നാണ് ഉം. ഉം. നമുക്ക് മനസ്സിലാവണേ. കാരണം നമ്മളെയൊക്കെ പല പിന്നെ പായ എന്താ പറയുക, നെയ്ത് അല്ലെ അന്നത്തെ ഒരു അങ്ങനെ അന്നത്തെ കാലത്തുള്ള രീതിയിലുള്ള അന്ന് രീതിയിലുള്ള അതന്നെയല്ലേ ഉള്ളൂ. അതേ ഉള്ളല്ലോ. അവർ ഏൺ ചെയ്തിരുന്നു. ആ ഏൺ ചെയ്തത് അവർക്ക് കുടുംബത്തിന്റെ ചെലവിന് കൊടുക്കേണ്ടി വന്നിരുന്നില്ല. അവർക്ക് സ്വതക്ക അവര് കൊടുക്കാനും ഇത്തരം ഇത് സ്വതക്കകളിലേക്ക് പോയത്. ആ. നമ്മുടെ പള്ളികളുടെയും മറ്റൊക്കെ ചരിത്രത്തിൽ പലപ്പോഴും സ്ത്രീകളുടെ സംഭാവനകൾ ഉം. മുഴച്ചു നിൽക്കുന്ന കേസുകളുണ്ടാവും. അതെ അതെ. അപ്പോൾ എന്ന പോലെ ഏൺ ചെയ്യാന്നുള്ളത് മുസ്ലിം സമുദായത്തിൽ പെണ്ണുങ്ങൾക്ക് പണ്ടേ ഉണ്ട്. ഉള്ളതാണ്. ഉള്ളതാണ്. സാധ്യമാണ്, തടസ്സങ്ങളില്ല. അതിനൊന്നും ഇപ്പോൾ തടസ്സമൊന്നുമില്ല. പക്ഷേ എല്ലാവരും ജോലി കിട്ടിയേ പറ്റുള്ളൂ. ജോലി ഇല്ലാതെ നിലനിൽപ്പ് സാധ്യമല്ല നിലനിൽപ്പ് സാധ്യമല്ല. എന്ന അല്ലെങ്കിൽ തോട്ടിലേക്ക് ഭർത്താവിന്റെ പോകണ്ട. ചെലവിൽ കഴിയണത് എന്തല്ല, ഒരു മോശം പരിപാടിയാണ്. മോശമാണ്, കഴിയണ ഒരു മാന്യതയല്ല അടിമത്തമാണ് എന്നൊക്കെ എന്ന ചിന്തിക്കുന്നത് ചിന്ത, അതാണ് നമ്മൾ വിമർശിക്കുന്നത്. അത് അതിനാണ് കാരണം വിമർശിക്കപ്പെടുന്നത്. അത് എന്താണ്, അത് വലിയ ദുരന്തങ്ങളിലേക്കാണ് പോകുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് അതിൻ്റെ മറ്റൊരു സൈഡ് പറഞ്ഞാൽ ഇതൊരു ഒരു മുതലാളിത്ത താല്പര്യമാണ്. എന്ന് പറഞ്ഞാൽ ജോലി ഡിമാൻഡ് പിന്നെ കുറഞ്ഞു കഴിഞ്ഞാൽ ഉം. വാല്യൂ കുറഞ്ഞല്ലോ. ഉം. 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 അപ്പോൾ പിന്നെ ഈ ജോലി സ്ഥലത്ത് ജോലി ചെയ്യാൻ ആണുങ്ങൾ മാത്രം ജോലി ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതിൻ്റെ ഡബിൾ വർക്ക് ഫോഴ്സിനെ മാർക്കറ്റിലേക്ക് പമ്പ് മാർക്കറ്റിലേക്ക് ചെയ്യണം. പമ്പ് ചെയ്യാൻ പറ്റും ആ. വിത്ത് മീഗർ എമൗണ്ട്. അതാണ്. അപ്പോൾ ഈ ഇത്രയധികം ഓൾറെഡി ആണുങ്ങൾക്ക് തന്നെ ജോലി ഇല്ലാത്തൊരു നാട്, നമ്മളെ നാടൊക്കെ പറയുമ്പോൾ ആണുങ്ങൾക്ക് തന്നെ അവർക്കനുസരിച്ചുള്ള ജോലി ഇല്ലാത്ത ഒരു നാട്, അഭ്യസ്തവിദ്യർ ഇങ്ങനെ കൂട്ടമായി ഇറങ്ങാന്നല്ലാതെ അവർക്ക് പറ്റിയ ജോലികളില്ലാത്ത നാട്. ഈ ഒരു നാട്ടിൽ ഈ ആണുങ്ങളുടെ അത്രയും എമൗണ്ട് മുഴുവൻ പെണ്ണുങ്ങളും കൂടെ, പെണ്ണുങ്ങൾ ആവശ്യമുള്ളവരെ ഇറങ്ങിക്കോട്ടെ, അതെ. പക്ഷെ നമ്മൾ പറഞ്ഞ മുഴുവൻ പെണ്ണുങ്ങളും കൂടെ നിങ്ങൾ ജോലി ചെയ്യാൻ മോശമാണ്, ഉം. നിങ്ങളൊരു ഹൗസ് വൈഫായിരിക്കണ മോശമാണ് മോശമാണ്. എന്ന രീതിയിൽ മുഴുവൻ പെണ്ണുങ്ങളും കൂടി വർക്ക് ഫോഴ്സിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉം. ലാഭമായിരിക്കാം ഇവിടുത്തെ കോർപ്പറേറ്റ് മുതലാളിക്ക്. മുതലാളിക്ക് കാരണം മുതലാളിക്ക് ചെറിയ കാശിന് കാശിന് കൂടുതൽ ജോലി തൊഴിലാളികൾക്കും ചെയ്യിപ്പിക്കാം. യഥാർത്ഥത്തിൽ ഒരു സ്ലേവറി കൊണ്ടുവരുക ചെയ്യുന്നത്. മോഡേൺ ഡേ സ്ലേവറി ഒരു മോഡേൺ ഡേ സ്ലേവറിയാണ് ശരിക്കും. സ്ത്രീകളെ അങ്ങനെ അവർക്ക് പറ്റാത്ത ഭാരം ഏൽപ്പിച്ച് അവർ സംഘർഷത്തിലേക്ക് ചെറിയ കൊണ്ടുവരികയും. ശമ്പളത്തിന് ഇங்கே നോക്ക് ഈ പിന്നെ ഇപ്പം നമ്മൾ സാധാരണഗതിയിൽ ഇപ്പോൾ ജോലി എടുക്കുന്ന ഈ സ്ത്രീകളുടെ അവസ്ഥ എന്താ? അവർ വീട്ടിൽ നിന്ന് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പണികളുണ്ട്. അവർ ചെയ്ത് തീർത്തിട്ടാണ് ചെയ്യുന്നത് പിന്നെ ഈ മറ്റേ ജോലിക്ക് പോകുന്നത്. കാരണം അവർക്കറിയാം ഇത് ഭർത്താവ് എടുത്താൽ ശരിയാവില്ല. അപ്പം പിന്നെ എങ്ങനെ അതെടുക്കും. പിന്നെ അവർ അവിടെ പിന്നെ വീട്ടിൽ നിന്ന് അവർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്ത് തീർക്കേണ്ടതെന്നുള്ള ആലോചനയല്ല വീട്ടിൽ വരുന്നത്. ഫുൾ ടൈം സംഘർഷമാണ് അവർക്ക്. അവരെ സംഘർഷത്തിലേക്ക് അത് ജോലി സ്ഥലത്ത് സംഘർഷം വേറെ. അതെ ജോലി സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു സുഖകരമായ സ്ഥലമൊന്നുമല്ലല്ലോ. അതെ 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 അതെ. പിന്നെ എന്താ പറയാ,
അതെ. അപ്പോൾ ഈ വർക്ക് ഫോഴ്സിൻ്റെ എണ്ണം കൂട്ടുക എന്ന് ഇപ്പോൾ നമ്മൾ ഇത് നമ്മുടെ നാട്ടിൽ തന്നെ കാണാമല്ലോ. നിങ്ങൾ ഫസ്റ്റ് തന്നെ പറഞ്ഞ പോലെ ചെറിയ ശമ്പളത്തിന് ജോലിക്ക് ആളെ കിട്ടും. അതെ. ഏഹ് ഈ പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഈ നേരത്തെ പറഞ്ഞത് ഒരു ബോണസ് ഇൻകം ആയതുകൊണ്ട് അത് തൃപ്തര ചെറുതാണെങ്കിലും അവർ തൃപ്തരാവും സംതൃപ്തരാവും. ചെയ്യും. അതെ. തൽക്കാലം കിട്ടിയത് ലാഭം എന്നുള്ള നിലക്ക്. അതിൽ അതിൻ്റെ പേരിൽ അവർ പല ആനുകൂല്യങ്ങളും വീട്ടിൽ നിന്ന് കിട്ടുക. അഥവാ നല്ല വിവാഹ ജീവിതം, നല്ല കുടുംബ ജീവിതം, നല്ല മക്കളെ പരിപാലിക്കേണ്ട ആ ആ നല്ലൊരു ഊഷ്മളമായ ഒരു 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 സ് ഒരു ഒരു കോൺ- ഒരു ക്വാളിറ്റി ടൈം മക്കൾക്ക് മക്കൾ കൊടുക്കുന്നത് കൊടുക്കുന്ന ഒക്കെ ഒക്കെ നഷ്ടപ്പെടും. സാക്രിഫൈസ് ചെയ്തിട്ട് കോംപ്രമൈസ് ചെയ്തിട്ടാണ് ഈ പണിക്ക് നിൽക്കുന്നത്. അതിലൂടെ അവൾ കൂടുതൽ കൂടുതൽ സംഘർഷത്തിലേക്ക് വരും. എന്നിട്ട് പ്രത്യേകിച്ച് ഇപ്പോൾ ആ തുടക്കത്തിലൊക്കെ ഒരു യുവത്വ കാലത്തൊക്കെ കുറച്ചുകൂടി സ്വാതന്ത്ര്യമൊക്കെ ഒരു ആസ്വാദനം തോന്നും. അതെ അതെ കുറച്ചുകൂടി കഴിഞ്ഞാൽ അപ്പോഴാണ് ഭാരം മനസ്സിലാവുക. ഭാരം മനസ്സിലാവുക. ഒരു ആശ്രയിക്കാൻ ഒരാളില്ലാതെ, മക്കളില്ലാതെ. ഇപ്പോൾ ഈ ഏത് കാര്യവും നമുക്കൊരു ഓപ്ഷൻ ആയിരിക്കുമ്പോൾ ചെയ്യണത് ചിലപ്പോൾ രസമായിരിക്കും, ഉം, നിർബന്ധിതമായി ചെയ്യുമ്പോൾ രസമില്ല. ഉം. അതെ, അങ്ങനെയാണല്ലോ. അതെ, അപ്പോൾ മജ്ബൂറാവുമ്പോൾ. ഞാൻ ഇപ്പം നിങ്ങൾക്ക് ബിരിയാണി വാങ്ങി തന്നെ നിങ്ങളെ ഇഷ്ടത്തിന് കഴിക്കുമ്പോൾ ഓക്കെ, ഉം. ഞാൻ നിങ്ങളെ പിടിച്ച് ബിരിയാണി കഴിപ്പിച്ചാൽ അത് സുഖമില്ല. സുഖമില്ല. ആ. Yes. ഇപ്പോൾ സ്ത്രീ പെണ്ണുങ്ങൾ ജോലിക്ക് പോണത് ഉം. മിക്കവാറും എന്താണ് ഓപ്ഷണലാണ്. ഉം. 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 നമ്മൾ പറഞ്ഞല്ലോ അവർക്ക് ഭാരം വന്നിട്ടില്ല. അതെ, അങ്ങനെ ഭാരം തന്നെ വന്ന് ആയിരിക്കണത്. അതെ, അങ്ങനെ ആയിരിക്കുമ്പോൾ നമുക്കിപ്പോൾ അതിൽ കൂടുതൽ ഇല്ല. പ്രശ്നങ്ങളില്ല. ഉം, ഉം, അതേസമയം മുഴുവൻ സ്ത്രീകളിലേക്കും ഈ ഭാരം അടിച്ചേൽപ്പിക്കുന്ന വിധം ഉം, ജോലി ചെയ്തേ പറ്റൂ, ജോലി ചെയ്യാത്ത മോശമാണ്, നിങ്ങൾക്ക് നാണമില്ലേ ഉം, ഭർത്താവിൻ്റെ ചെലവിൽ ജീവിക്കാൻ എന്ന ഒരു പ്രൊപ്പഗണ്ടയിലൂടെ മുഴുവൻ പെണ്ണുങ്ങളെയും ഉം, നിർബന്ധിച്ച് ജോലി സ്ഥലത്തേക്ക് ഇറക്കുമ്പോൾ ഉം, ജോലിക്ക് നിർബന്ധിതരായി. ഉം. നിർബന്ധിതമായി ചെയ്യണ ഒരു സംഗതിയും എന്തല്ല അത് ആസ്വാദ്യമായിരിക്കില്ല. ആനന്ദകരമായിരിക്കൂല. പിന്നെ ഇനിയിപ്പോൾ നടക്കാൻ പോണ മറ്റും നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ആ കൊമേഡിയൻ്റെ കോട്ട് പറഞ്ഞ പോലെ ഉം. ഇപ്പോൾ നമ്മളെ വീടുകളിലൊക്കെ പെണ്ണുങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട്, ജോലിക്ക് പോകാം, പോകാതിരിക്കാം. ഉം. Yes. ആ, ഇനി അടുത്തൊരു ഘട്ടം വരാൻ പോണ എങ്ങനെയാ? ഏതാണ്ട് എല്ലാ പെണ്ണുങ്ങളും ജോലിക്ക് പോകും. പോകുന്നുണ്ട്. ഇപ്പം നമ്മളെ ഒന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഉം. കാരണം അങ്ങനെ പ്രൊപ്പഗണ്ട അത്രയും വിജയിച്ചു കഴിഞ്ഞു ആ വിഷയത്തിൽ. അത് കേട്ടിട്ട് ആർക്കെങ്കിലുമൊക്കെ വല്ല തിരിച്ചറിവുണ്ടായെങ്കിൽ എന്നല്ലാതെ സമൂഹത്തിൻ്റെ ഫ്ലോയിൽ ഇപ്പോൾ മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ എന്തായാലും ഒരു 10-20 കൊല്ലത്തിനുള്ളിൽ എല്ലാ പെൺകുട്ടികളും ജോലിക്ക് പോകുന്ന ഒരു കണ്ടീഷനിലേക്ക് ഏറെക്കുറെ എത്തും. ഉം. അതെത്തുന്നതോടുകൂടി ഇനി നമ്മളെ വീട്ടിലേക്ക് ഉദാഹരണത്തിന് കല്യാണം കഴിച്ചുകൊണ്ടിരുന്ന ഒരു പെണ്ണ്, ഉം. ഉം. ആ പെണ്ണിന് ഇനി ജോലിക്ക് പോകാതിരിക്കാൻ പറ്റുമോ? ഇല്ല. ഇല്ല. കാരണം അത് പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് മാറും. പ്രസ്റ്റീജ് ഇഷ്യൂ, നേരത്തെ പറഞ്ഞ പോലെ പിന്നെ വില ഉണ്ടാവില്ല. അതെ, അത് നമ്മൾ നേരത്തെ മറ്റാൾ പറഞ്ഞ പെണ്ണിനും കുട്ടിക്കും പട്ടിക്കും വില ഉള്ളൂ എന്ന് പറഞ്ഞാൽ ആ വില പെണ്ണ് എടുത്ത് കളയാണ്. എടുത്തു കളയാ. ആ വില ഒഴിവാക്കിയിട്ട് ആണിനെ ആണിനെ പോലെ ആവാൻ പോകണം. അത് പണിയില്ലെങ്കിൽ വില നഷ്ടപ്പെടുന്ന ഒരു വില അവസ്ഥയിലേക്ക് നഷ്ടപ്പെടും. പോകും. എന്തായിരിക്കും വരെ എന്താ പിന്നെ അമ്മായിമ്മയും ബാക്കിയുള്ളവരും നാട്ടുകാരൊക്കെ എന്താ പറയുക, ഓക്കെന്താ ജോലിക്ക് കൂടെ, ഓളെ പിന്നെ മൂത്തച്ചിയാള് ജോലിക്ക് പോകണില്ലേ, പോണില്ലേ? ഓളെ അഞ്ചത്തിയാള് ജോലിക്ക് പോകണില്ലേ, ഓക്കെന്താ ജോലിക്ക് പോയാല് ഓള് മാത്രം ഇങ്ങനെ ബാക്കിയുള്ളവർ ഒരു വേലയും കൂലില്ലാത്തൊരു പെണ്ണ് ആ പെണ്ണ് എന്ന് ബാക്കിയുള്ളവർ അധ്വാനിച്ചുകൊണ്ടിരുന്ന തിന്നാൻ വേണ്ടി ഇങ്ങനെ കുത്തിരിക്കണ ഓള് ഇത് കേൾക്കേണ്ടി വരും. ഇത് കേൾക്കുന്ന ഒരവസ്ഥ വരുമ്പോൾ എല്ലാ പെണ്ണുങ്ങളും നിർബന്ധിതരായി. അത് സുഖകരമായ പരിപാടിയല്ല. ഒരു ജീവിതത്തിൽ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യും. ഇഷ്ടമുള്ളപ്പോൾ പോകുന്നത് ഓക്കെയാണ്. ഇപ്പൊ സംഭവിക്കണമൊക്കെ ഇഷ്ടം ഉണ്ടാകുമ്പോൾ പോലെ. പക്ഷെ ഇതിന്റെ അടുത്ത ഘട്ടം, ഇതിനെ അമിതമായി പ്രോത്സാഹിപ്പിച്ചാലുണ്ടാണ് അടുത്ത ഘട്ടം ഈ പറഞ്ഞ നിർബന്ധിതമായി പോക്ക്. അപ്പോഴാണ് യൂറോപ്പിലൊക്കെ വരുന്ന ഈ വിഷാദ രോഗമൊക്കെ. അപ്പോഴാണ് കുറെ പിൽസ് കൊണ്ട് നിൽക്കൂല. അതാണ് ആത്മഹത്യയും പിന്നെ കുടുംബബന്ധം ചിത്രതയൊക്കെ വരിക, ടെൻഷൻ കൂടുതൽ വരിക. അപ്പോഴായിരിക്കും മൊത്തത്തില് പോയ അവസ്ഥ വരും. ഇപ്പൊ ഇനി അവിടെ മറ്റൊരു ആംഗിൾ കൂടെ ഉണ്ട്. ഈ ജോലി സ്ഥലം എന്ന് പറഞ്ഞാൽ എപ്പോഴും ചൂഷണത്തിന്റെ സ്ഥലമാണ്. അപ്പോൾ തൊഴിൽ മേഖല എന്ന് പറഞ്ഞാൽ ചൂഷണത്തിന്റെ മേഖല. കാരണം ലാഭം, നഷ്ടം, പ്രഷർ, അതിന്റെ ബേസ് ചെയ്തിട്ടുള്ള സാധനം. അവിടെ അങ്ങേറ്റത്തെ ധാർമ്മികത ഉള്ളവർ മാത്രമേ അത് പ്രോപ്പറായിട്ട് നിൽക്കുള്ളൂ. അങ്ങനെയുള്ളവർ പോലും അറിയാതെ തൊഴിലാളികളെ ചൂഷണം ചെയ്യാറുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അവരെ സമയത്തൊക്കെ ചൂഷണം ചെയ്യുന്നതിൽ ഈ നല്ല ബോധമുള്ളവർ പോലും ബോധവാന്മാരല്ല. നമ്മൾ ഗൾഫിലൊക്കെ ശ്രദ്ധിച്ചാൽ കാണാം, അവിടെ ജോലിക്കാരനായി പോയാൽ മരുവനാണെങ്കിലും അളിയനാണെങ്കിലും ജ്യേഷ്ഠനാണെങ്കിലും അഞ്ചനാണെങ്കിലും ഒന്നും വിലയില്ല. നന്നായി പണിയെടുത്താലേ അല്ലാതെ കുടുംബം എന്നുള്ളതൊന്നും അവിടെ പ്രസക്തിയില്ല. ഇത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പേരിൽ ചൂഷണം നമുക്ക് ധാരാളം കാണാം. മക്കളെ കൊണ്ടുവന്ന് പിന്നെ ചെറിയ ശമ്പളത്തിന് പണിയെടുപ്പിക്കണ മുതലാളിമാരായ ബാപ്പന്മാർ മുതലുള്ള കാണാം. പിന്നെ മറ്റൊന്ന്, ഈ ഒരു ജോലി മാറാൻ കഴിയും തോന്നുന്ന ഒരു ഘട്ടമുണ്ട് മനുഷ്യന്. ഇപ്പം നമുക്ക് ഒരു 40 വയസ്സ് വരെയൊക്കെ എന്ത് തോന്നും, ഈ ജോലി പോയാലും വേറെ ജോലി കിട്ടും എന്നൊക്കെ തോന്നും. ഈ ജോലി പോയാൽ എനിക്കിനി വേറൊരു ജോലി കിട്ടൂലേ പഠിച്ചോനെ, അല്ലെങ്കിൽ ഇത്ര ഏണിങ് കിട്ടൂലേ, നല്ല ജോലി കിട്ടൂലേ, എൻ്റെ ജോലി നഷ്ടപ്പെട്ട എൻ്റെ മക്കളെന്താകും എന്ന് ചിന്തിക്കുന്ന ഒരു ഘട്ടം വന്നാൽ പിന്നെ നമ്മൾ ജോലിൻ്റെ അടിമയായി. അതുവരേക്കുന്ന ജോലി നമുക്ക് ഓപ്ഷനാണ്. വേണമെങ്കിൽ എന്ത് ചെയ്യാം, എനിക്ക് മുതലാളി റോങ് ആണെങ്കിൽ എനിക്ക് വേണ്ട, ഞാൻ വേറെ പോകാമെന്നൊക്കെ പറയാം.
ഒരു ഘട്ടം കഴിഞ്ഞാൽ നമുക്ക് അത് പറയാൻ കഴിയില്ല. പറയാൻ കഴിയില്ല. ഇപ്പം എൻ്റെ ഉപ്പ ഒക്കെ ഗൾഫിലത്തെ അനുഭവം അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. അത് പഴയ ആദ്യ തലമുറയിലെ ഗൾഫുകാരായതുകൊണ്ട് നമ്മൾ സ്കിൽഡ് ലേബേഴ്സ് അല്ലല്ലോ. അല്ല. അപ്പോൾ നമ്മളെ തലമുറ തന്നെ കുറച്ചെന്തെങ്കിലും പഠിച്ചുകൊണ്ട് നമുക്ക് ജോലി മാറാനും അതെ. ഒക്കെ ഒരു സാധ്യത ഉണ്ട്. സ്വാതന്ത്ര്യമുണ്ട്. ഉപ്പ പോയതാണെങ്കിൽ കുറച്ച് ലേറ്റ് ആയിട്ടാണ് പോയത് തന്നെ. ഒരു 10-35 വയസ്സ് സമയത്താണ് ആദ്യമായിട്ട് ഗൾഫിൽ പോകുന്നത്. അപ്പോൾ ഓൾറെഡി ലേറ്റ് ആയിട്ട് വന്ന ഒരാൾക്ക് എന്നുള്ളവർക്ക് കുറേ ജോലി അന്വേഷിച്ച് കിട്ടിയ ഒരു ജോലിക്ക് നിന്നതാണ്. വലിയ റിസ്ക് ഉള്ള ജോലിയൊന്നുമല്ല, പക്ഷെ ചെറിയ ശമ്പളമുള്ള ഒരു ജോലി. ഉപ്പ എന്നോട് പറഞ്ഞു വെച്ചാൽ ഉപ്പ അവസാന കാലം വരെ ശമ്പളം കൂട്ടി ചോദിച്ചില്ല. പൂതില്ലാത്തതുകൊണ്ടല്ല, ചോദിച്ചാൽ ഈ ജോലി പോവോ, ടെർമിനേഷൻ വരുമോ, എനിക്ക് ശമ്പളത്തിന് നിൽക്കാൻ പറ്റില്ലെങ്കിൽ പോയിക്കോ, നമുക്ക് വേറെ ആളെ കിട്ടും എന്ന് പറഞ്ഞാൽ എൻ്റെത് കഴിഞ്ഞില്ലേ എന്ന് കുടുംബം വിചാരിച്ചിട്ട്. പക്ഷെ ഉപ്പ് വൈകി പോയാലും 10-30 കൊല്ലം 30 വർഷത്തിലേറെ ഗൾഫിൽ നിന്ന് ഈ 30 കൊല്ലവും ശമ്പളം കൂട്ടി ചോദിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥ. അത് ശരിക്കും പറഞ്ഞ ഒരു തരം ഒരു അടിമത്താണ്. ഇത് പുരുഷന്മാരിൽ നല്ലൊരു പറ്റം അനുഭവിക്കുന്ന ഒരു അടിമത്താണ്. ഈ ഒരു അവസ്ഥ വന്നാൽ നമ്മൾ എന്തിനും വഴങ്ങും. ഇവിടെ നമ്മളൊരു കണക്ക് കൂടി ചേർക്കേണ്ടിയുണ്ട്. ജോലി സ്ഥലത്തെ സെക്ഷൽ ഹരാസ്മെൻറ്റിൻ്റെ കണക്ക് നമ്മൾ നോക്കിയാൽ പിന്നെ ജസ്റ്റ് ഒരു കണക്ക് ഞാൻ ഇപ്പോൾ ഇതിൽ ഇരിക്കുന്ന മുമ്പ് ChatGPT വഴി ചെക്ക് ചെയ്തപ്പം 70% പെണ്ണുങ്ങൾക്കും എനി കൈൻഡ് ഓഫ് ഹരാസ്മെന്റ് ഉണ്ടായിട്ടുണ്ട് കോർപ്പറേറ്റ് സെക്ടറിൽ. എനി കൈൻഡ് ഓഫ്. അത് ഈവൻ ഈ യൂറോപ്പിൽ കൊട്ടിഘോഷിക്കുന്ന സ്ഥലമാണ്. അവിടെ കൂടുതലുണ്ടാവും. കാരണം എന്താ വെച്ചാൽ അവിടെ റേപ്പിന്റെ ഒക്കെ കണക്ക് വളരെ ഹൈയാണ്. ഇന്ത്യയിൽ കണക്ക് 70%. ജോലി സ്ഥലത്ത് പോകുന്ന 100 പെണ്ണുങ്ങളിൽ 70 പെണ്ണുങ്ങൾക്കും നെഗറ്റീവായിട്ടുള്ള ഇത്തരം അനുഭവം ഉണ്ട്. ഇതിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ് ഇപ്പോൾ ഇത്, റിപ്പോർട്ട് ചെയ്യപ്പെടാത്തത് വേറെ. ഇവിടെ നമ്മൾ പറഞ്ഞ ഒരു സമ്മർദ്ദം കൂടി ഉണ്ടെങ്കിലോ, എന്നാൽ ഈ ജോലി പോയാൽ ഞാൻ കുടുങ്ങും, എനിക്ക് വരുമാനം കിട്ടിയേ പറ്റുള്ളൂ എന്നൊരവസ്ഥയിൽ പെണ്ണിനെ ചൂഷണം ചെയ്യാൻ നിൽക്കുന്ന ഒരു വ്യവസ്ഥയുണ്ടെങ്കിൽ അവള് വെറും ഇരവെച്ചാല് സൈലന്റ് ആയിട്ട് ഇരവൽക്കരണം, ഒന്നും പറയാൻ കഴിയില്ല, എന്നും അത് അനുഭവിക്കേണ്ട പാർട്ട് ഓഫ് ലൈഫായിട്ട് മാറുന്ന സ്വയം ചിന്തിച്ചു വശായേണ്ട ഒരു അവസ്ഥ ഇതിലേക്ക് കൂടിയാണ് കൊണ്ടുപോകുന്നത്. കാരണം ഇത് നമുക്ക് മാറ്റാനൊന്നും കഴിയില്ല. സമൂഹം എത്ര പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും ഒരു വശത്ത് ഈ പിന്നെ സ്വതന്ത്ര ലൈംഗികതയും ഇതിനൊക്കെ മഹത്വവൽക്കരിക്കുന്ന ഒരു കാലത്ത് പിന്നെ ഇപ്പം ഏറ്റവും പുരോഗമിച്ചു എന്ന് പറഞ്ഞ പിന്നെ ലൈംഗികതയ്ക്ക് ഏറ്റവും ഓപ്പണാന്ന് പറഞ്ഞ നിങ്ങൾ പറഞ്ഞ രാജ്യങ്ങളിലാണ് റേപ്പിന്റെ റേറ്റ് ഒക്കെ കൂടുതൽ. അപ്പോൾ ഇത് പുരുഷനിൽ എന്നും എന്തുണ്ടാകും, ഈ ഒരു 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 ചെന്നായ ഉണ്ടാവും, ഒരു മൃഗം ഉണ്ടാവും. അതിനുള്ളിലേക്കാണ് ഈ സ്ത്രീകളെ നിർബന്ധിതമായി എറിഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ 100 പെണ്ണുങ്ങൾ ജോലിക്ക് പോയാൽ അതിൽ നല്ലൊരു പറ്റവും ഇപ്പോഴത്തെ അവസ്ഥ അല്ല പറഞ്ഞു. ഇപ്പൊ ഒരു പക്ഷെ അവർക്ക് ജോലി ഉപേക്ഷിച്ച് പോരാൻ പറ്റും. ഞാൻ പറഞ്ഞത് എല്ലാവരും നിർബന്ധിതമായി ജോലിക്ക് പോകേണ്ട ഒരു അവസ്ഥയിൽ ജോലി ഉപേക്ഷിച്ചാൽ എനിക്ക് വീട്ടിൽ വില ഉണ്ടാവില്ല, നാളെ ഇതല്ലാത്ത നല്ലൊരു ജോലി കിട്ടൂല എന്നൊരവസ്ഥ വരുന്നൊരു ഘട്ടം ഉണ്ടായാലോ ഒന്നുകൂടെ ഈ ഒരു ചൂഷണത്തിന് അവസരം കൂടും, ചൂഷകർക്ക് ചാൻസ് കൂടും. ഏറ്റവും വലിയ ഉയർന്ന മേഖലയായിട്ട് കരുതപ്പെടുന്ന സിനിമയത്തെ റിപ്പോർട്ടുകളൊക്കെ ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ടല്ലോ. കാരണം അവിടെ സമ്മർദ്ദമാണ്. അവസരം കിട്ടണമെങ്കിൽ ഇതേ മാർഗമുള്ളൂ എന്ന് കണ്ടാൽ അവിടെ ചൂഷണം നടക്കും. അത് ജോലിയിലും നടക്കുന്നുണ്ട്. അത് ജോലിയിലും നടക്കും. കുറച്ചുകൂടെ കൂടുതലാകാൻ അത് കാരണമാകും. എല്ലാ തൊഴിലും അത് വരും. അപ്പോൾ ഇതിലേക്കും എറിഞ്ഞു കൊടുക്കണം. ഇത് ഒരു ചെറിയ ദുരന്തമല്ല സത്യം പറഞ്ഞാൽ. ഈ സമൂഹത്തിന്റെ ആ ഒരു കെട്ടുറപ്പും സുരക്ഷിതത്വം സമൂഹത്തിന് തന്നെ ഒന്നുകൂടി തന്നെ സ്ത്രീ സമൂഹത്തിന്റെ ആർക്ക് ഇപ്പൊ ഈ പ്രൊപ്പഗണ്ടക്കാർ ആർക്ക് വേണ്ടിയാണ് ഈ പ്രൊപ്പഗണ്ട ഉണ്ടാക്കുന്നത്, അവരെ ഇരകളാക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ അവരെ പിന്നെ നിർബന്ധിതമായി ജോലിയുടെ സമ്മർദ്ദത്തിലേക്ക് വലിച്ചെറിയുന്ന, കുറഞ്ഞ ജോലിക്ക് ജോലി ചെയ്യാൻ നിർബന്ധിതരാക്കുന്ന, ജോലിക്ക് പോയില്ലെങ്കിൽ വിലയില്ലാത്ത, വീടിനകത്ത് പോലും വിലയില്ലാത്ത ഒരു ആണിനുള്ള അവസ്ഥ പെണ്ണിനും പതിച്ചു കൊടുക്കുന്ന, ലൈംഗിക ചൂഷണത്തിന്റെ കൂടെ കേന്ദ്രമായ തൊഴിൽ മാർക്കറ്റിലേക്ക് നിർബന്ധപൂർവം വലിച്ചേക്കുന്ന ഒരു വ്യവസ്ഥ കൂടിയാണ് ഇതിൽ വരാൻ പോകുന്നത്. ഈ പറഞ്ഞൊന്നും സങ്കല്പമല്ല, ഈ പറഞ്ഞതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ സമൂഹങ്ങളിൽ ഈ വഴി പോയാൽ അത് സംഭവിക്കാൻ നമുക്ക് സംഭവിച്ച നാടുകൾ നമ്മുടെ മുമ്പിൽ ഓൾറെഡി ഉണ്ട്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇതിലേക്ക് ഇങ്ങനത്തെ ഒരു തൊഴിൽ ഭ്രാന്ത് നമ്മളെ സമൂഹത്തിൽ വളരേണ്ടതുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും അറ്റ്ലീസ്റ്റ് ഇതിനെപ്പറ്റി ബോധവാന്മാരെങ്കിലും ആവണം നമ്മളെ സമൂഹം.
അല്ലാതെ ഇപ്പം ഭൂരിപക്ഷം രക്ഷിതാക്കൾ പോലും കരുതുന്നത് നല്ലതല്ലേ, പെൺകുട്ടികൾ ജോലിക്ക് പോയി നല്ലതല്ലേ, ഓല് സ്വന്തം കാലിൽ നിൽക്കുന്നത് നല്ലതല്ലേ, പിന്നെ അവർക്കൊരു വരുമാനമൊക്കെ ഉണ്ടെങ്കിൽ നല്ലതല്ലേ എന്നൊരു ചിന്ത വ്യാപകമായിട്ടുണ്ട്. അതിൽ അങ്ങനെ ചിന്തിക്കുമ്പോൾ തെറ്റില്ല. പക്ഷേ അതൊരു മൂവ്മെൻ്റായി, അതൊരു പ്രൊപ്പഗണ്ടയായി മുഴുവൻ പെൺകുട്ടികളും വീട്ടിനകത്തെ മുഴുവൻ സ്ത്രീകളും തൊഴിൽ മാർക്കറ്റിലേക്ക് നിർബന്ധമായി എത്തുന്ന ഒരവസ്ഥ സൃഷ്ടിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അതിന് ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ കൂടെ ഉണ്ട്. ഇത് നമ്മൾ ചില ആംഗിളേ പറഞ്ഞുള്ളൂ. ഇനിയിപ്പോൾ ഇത് കുടുംബത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ്, ജനസംഖ്യയിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ്, ഈ കരിയറും പ്രധാനമായി കഴിഞ്ഞാൽ മക്കളുണ്ടാക്കാൻ താല്പര്യം ഉണ്ടാവില്ല. വിവാഹത്തിന് മാത്രമല്ല, മക്കളുണ്ടാക്കാൻ താല്പര്യമില്ല. മക്കളുണ്ടാക്കാൻ താല്പര്യമില്ലെങ്കിൽ ലോകത്ത് നല്ലൊരു പറ്റം രാജ്യങ്ങൾ ജനസംഖ്യാ പ്രതിസന്ധി അനുഭവിക്കുകയാണ്. ഈവൻ ചൈന വരെ, ചൈന ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ആയിരുന്നു ചൈന. ഇപ്പോൾ അവർക്ക് അവരുടെ യുവാക്കളില്ലാത്ത പ്രശ്നം, ചൈന ജനസംഖ്യാ പ്രതിസന്ധി അനുഭവിക്കുകയാണ്. ഏത് ചൈന? 100 കോടിയുടെ അടുത്ത് ജനങ്ങളുള്ള ചൈന. യുവാക്കളില്ല. അപ്പൊ ചൈന പോലും പ്രതിസന്ധി. ചെറുപ്പക്കാർക്ക് ജോലി മതി, അവർക്ക് എന്ത് വേണ്ട, പിന്നെ വിവാഹം വേണ്ട, താല്പര്യമില്ല. ദക്ഷിണ കൊറിയ രൂക്ഷമായ പ്രതിസന്ധിയിലാണ്, ജപ്പാൻ രൂക്ഷമായ പ്രതിസന്ധിയിലാണ്. ഇന്ത്യ ഇതിലേക്ക് എത്താത്ത ഇന്ത്യയിൽ ഈ കൾച്ചർ, ഈ ലിബറലിസം, മോഡേണിസം എന്തായിട്ടില്ല, എത്തിയിട്ടില്ല. ഇപ്പോഴും ഒരു നാഗരികമായ തലത്തിൽ ഒരു പാരമ്പര്യ മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന ഉള്ളത് കൊണ്ട്. പക്ഷെ അത് വൈകാതെ എത്തും. കേരളം ഓൾറെഡി എത്തിത്തുടങ്ങി, കേരള റൂട്ടിലേക്ക് എത്തിത്തുടങ്ങി. അപ്പൊ ഇതിന്റെ ഒരു ബൈ പ്രൊഡക്റ്റാണ്. ഏത്? ഈ സ്ത്രീകൾ നിർബന്ധിതമായി കരിയറിലേക്ക് പോകുന്നതിന്റെ ബൈ പ്രൊഡക്റ്റാണ് കുട്ടികൾ ഉണ്ടാക്കാൻ താല്പര്യമില്ലാതാവുക, വിവാഹത്തോട് താല്പര്യമില്ലാതാകുക, അതുവഴി ഉണ്ടാകുന്ന പിന്നെ ജനസംഖ്യാ പ്രതിസന്ധി, വയോജനങ്ങൾ കൂടുക. ഇതൊരു വശത്ത്. പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീകളുടെ ഈ ശരീരം എന്ന് പറഞ്ഞാൽ ഓരോ ശരീരത്തിലും നടക്കണം. ഈ ഫങ്ഷൻസ് ഇല്ലെങ്കിൽ നിഷ്ക്രിയമായ അതിൻ്റെതായ ദോഷങ്ങളുണ്ട്. അപ്പോൾ ഈ പിന്നെ എന്താ പറയുക, പ്രത്യുൽപാദന വ്യവസ്ഥ എന്ന് പറഞ്ഞ ഒരു സാധനം സ്ത്രീകളുടെ ശരീരത്തിൽ അതിനനുസരിച്ചുള്ള ഹോർമോണും സിസ്റ്റമാണ് ഉള്ളത്, ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതിന്റെ സ്വാഭാവികമായ തലത്തിലേക്ക് ലെറ്റ് ഔട്ട് ചെയ്തില്ലെങ്കിൽ അത് നല്ല തോതിൽ പിന്നെ ക്യാൻസറിനൊക്കെ കാരണമാകുന്ന പഠനങ്ങൾ, ക്യാൻസർ കോസ് ആണെന്നുള്ളത് പഠനം വളരെ കൃത്യമായിട്ട് തന്നെ. അപ്പോൾ ഇത് എല്ലാ അർത്ഥത്തിലും സത്യം പറഞ്ഞാൽ ഇതിന്റെ എഫക്ട്സ് ഒരു ഭീകരമായ എഫക്ട്സ് ആണ്. പരമ്പരാഗത മൂല്യങ്ങളിൽ നിൽക്കുക എന്നുള്ളത് തന്നെയാണ് മനുഷ്യ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ദീർഘകാലാടിസ്ഥാനത്തിൽ ഗുണം ചെയ്യുന്ന കാര്യം. സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും സേഫ്. ആകെയുള്ള പ്രശ്നം ആ മെന്റാലിറ്റി മാറ്റി വെച്ചാൽ മതി. ഏത്? ഈ ഒരു വ്യാജ സ്വാതന്ത്ര്യ ബോധം, വ്യാജ അടിമബോധം ഉണ്ടാക്കിയെടുത്ത ഒരു അടിസ്ഥാനമില്ലാത്ത ഈ ബോധത്തെ രണ്ട് ബോധമാണ് വേണ്ടത്. ഒന്ന് വീട്ടിനകത്ത് വ്യാജ അടിമബോധം, വ്യാജ ദാസ്യബോധം, പിന്നെ ജോലി സ്ഥലത്ത് വ്യാജ സ്വാതന്ത്ര്യബോധം. സത്യത്തില് തിരിച്ചാണ് ഇവര് നൽകി നോക്കിയാല്. ഇപ്പൊ ഭർത്താവിന് ചായ ഉണ്ടാക്കി കൊടുത്താല് അടിയുള്ള ചായ എടുത്തുണ്ടാന്ന് പറഞ്ഞാല് അങ്ങക്ക് വേണമെങ്കിൽ ഉണ്ടാക്കിക്കോളി, ഗ്യാസ് അവിടെ ഉണ്ട് എന്ന് പറയാൻ തോന്നുന്ന പെണ്ണ്, ഒരു ഫെമിനിസ്റ്റ് പെണ്ണ്. ഓള് ജോലിക്ക് പോയാൽ ജോലി സ്ഥലത്ത് ഓഫീസ് അസിസ്റ്റന്റ് ആണെങ്കിൽ ബോസ് ഒരു ചായ വേണമെന്ന് പറഞ്ഞാല് സാറേ ഏതാ വേണ്ടി, പാല് വേണോ, കട്ടൻ വേണോ, സ്ട്രോങ് വേണോ, ലൈറ്റ് വേണോ എന്ന് ചോദിക്കാനേ പറ്റുള്ളൂ. അതെ, ഏറ്റവും കൂടുതൽ തൃപ്തിപ്പെടുത്താൻ നല്ല സാലറി ഇൻക്രിമെന്റ് ഉണ്ടാവുള്ളൂ. ജോലി നിലക്കുള്ളൂ, ഇൻക്രിമെന്റ് പോയിട്ട് അവിടെ തിരിച്ചൊരു എതിർവാക്ക് പറയാൻ പറ്റില്ല, മുഖം ചുളിക്കാൻ പറ്റില്ല. സ്ഥിരമായിട്ട് ചായ ഉണ്ടാക്കാൻ വരുമ്പോൾ മുഖം ചുളിക്കാൻ പറഞ്ഞ ഒരു ഓഫീസ് അസിസ്റ്റന്റിന് ആരും നിലനിർത്തുക ഇല്ല. നേരെ മറിച്ച് മാപ്പിളക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോഴും ഉണ്ടാക്കി കൊടുക്കണം എന്ന് നിർബന്ധമുണ്ട് എന്നല്ല പറഞ്ഞത്. അത് വീട്ടിലൊരു പാരസ്പര്യത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കി കൊടുക്കുമ്പോഴും അവിടെ വേണമെങ്കിൽ ഓക്ക് തർക്കിക്കാനും ഒരു സൗഹാർദ്ദപൂർവ്വം തർക്കിക്കാനുള്ള സ്വാതന്ത്ര്യം അവിടെ ഉണ്ട്. അതാണ് ആ ബോണ്ടേജ് അല്ലേ. എപ്പോഴും ഒരു വൈകാരിക സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ ഒരു സുരക്ഷിതത്വം ഉണ്ട്. മറ്റേത് ഈ സ്വാതന്ത്ര്യം പോലും ഇല്ല. എന്നിട്ട് ഏതാണ് ഇവർക്ക് സ്വാതന്ത്ര്യമായിട്ട് അനുഭവപ്പെടുന്നത്? ജോലിക്ക് പോകുന്ന സ്വാതന്ത്ര്യമായിട്ടും ഇത് ദാസ്യമായിട്ടും അനുഭവപ്പെടും. ഇതൊരു തരം വ്യാജ ബോധം സൃഷ്ടിക്കപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോ എല്ലാ റോളും എല്ലാരും നിർവഹിക്കുക എന്നല്ലല്ലോ സമൂഹത്തിന്റെ രീതി. ഓരോരുത്തരുടെ റോള് ഭംഗിയായി നിർവഹിക്കും. അപ്പൊ കുടുംബം ഭംഗിയായി നിർവഹിക്കുന്നത് ഇവിടെ ഉണ്ടായിട്ട് അഭംഗിയായിട്ട് മാത്രം നിർവഹിക്കാൻ പറ്റുന്നത് അനാവശ്യമായിട്ട് ഏറ്റെടുക്കുകയാണ് ഇപ്പൊ ചെയ്യുന്നത്. അപ്പോൾ ഒരു കുടുംബത്തിനകത്ത് നമ്മളൊരു പാരമ്പര്യ മൂല്യങ്ങൾ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ അവർക്ക് പിന്നെ എന്താ പറയുക, ഈ ജോലി സ്ഥലത്തെ സമ്മർദ്ദവും റിസ്ക് ഏറ്റെടുക്കേണ്ടതില്ല.
അവർ അവരുടേതായ സ്വതന്ത്രമായ വരുമാനം ഉണ്ടാകുന്നതിന് തടസ്സമില്ല. തടസ്സം ഇസ്ലാമിൽ തടസ്സമില്ല. അത് ഭർത്താവിന് അതിനൊന്നും അന്യായമായി പറ്റാനും പറ്റില്ല. അവളെ പറ്റില്ല. സമ്മതം ഉണ്ടെങ്കിൽ അവൾ കൊടുത്താൽ മാത്രമേ പറ്റാൻ പറ്റുള്ളൂ. അതെ അതെ. ഉം. അവളുണ്ടാക്കുന്ന എല്ലാം 100% അവളുടേതാണ്. ഉം. എന്നല്ല ശരിക്കും പറഞ്ഞാൽ ഫിഖ്ഹിൽ ഭർത്താവ് പിന്നെ സമ്പത്ത് കുറഞ്ഞവനും ഭാര്യ സമ്പന്നയാണെങ്കിൽ പോലും എന്താവില്ല, അത് വേണ്ട ആവശ്യമില്ല. ഭാര്യക്ക് വീട്ടിലെ ചെലവ് വഹിക്കേണ്ട ചെലവഴിക്കൽ ആവശ്യമില്ല. ആവശ്യമില്ല. അത് ഇവൻ ഉണ്ടാക്കട്ടെ എന്നുള്ളതാണ്. ഉണ്ടാക്കട്ടെ. അത്രയും റോള് കൃത്യമായിട്ട് നിർവഹിച്ചിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് സ്ത്രീ ചെയ്യേണ്ടത് അവളെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുക, വീട്ടിന് പിന്നെ വീട്ടിൽ നിന്നുകൊണ്ട് മക്കളെ പരിപാലിക്കുകയും നല്ലൊരു കുടുംബിനിയായി ഇരിക്കുകയും ചെയ്യുക. ഉം. അതിൻ്റെ കൂടെ അവൾക്ക് ചെയ്യാൻ പറ്റിയ അവളുടേതായ സുരക്ഷിതത്വത്തിൻ്റെ മേഖലയിൽ നിന്ന് ചെയ്യാൻ പറ്റിയ മറ്റെന്താ കാര്യങ്ങളൊക്കെയാണോ, ജോലിയാണോ, വരുമാനമാണോ, ബിസിനസ്സാണോ, അതൊന്നും ഇപ്പോൾ തടസ്സമില്ല. തടസ്സമില്ല. പുരുഷനെ സംബന്ധിച്ചിടത്തോളം പുരുഷൻ്റെ റോള് എന്ന് പറഞ്ഞാൽ അന്നം കൊണ്ടുവരിക, ബ്രെഡ് വിന്നറാണ്. പുരുഷൻ ബ്രെഡ് കൊണ്ടുവരേണ്ട ആളാണ്. അതെ. ഇത് രണ്ടും കൃത്യമായിട്ട് നിർവഹിച്ചാൽ ഇപ്പോ യുഎഇയിലൊരു പുതിയ പിന്നെ കോയിനേജ് ഉണ്ടല്ലോ, പുതിയ അതെ, സ്ത്രീകളുടെ ഈ ഹൗസ് വൈഫ് എന്ന് എഴുതാതെ അത് അതിലൊരു അഭിമാനം ഉണ്ടാക്കാനുള്ളതാണ്. എന്താണ് ജനറേഷൻ ഷേപ്പർ. ഷേപ്പർ, ജനറേഷൻ അതാണ് വസ്തുത. അതാണ് അത് ശരിക്കും. ജനറേഷൻ ഷേപ്പറാണ്. സ്ത്രീ ആ അതാണ് ശരിക്കും. ബോധമില്ലാത്താണ് അതെ, ആ പ്രശ്നം. ബോധത്തിലേക്കാണ് എത്തേണ്ടത്. ആ, അവര് അനുഭവിക്കുന്ന ഒന്നും എന്തല്ല, ഒരിക്കലും ഈ കുടുംബജീവിതത്തിൽ അനുഭവിക്കുന്ന ഒന്നും തന്നെ മറ്റൊരു ഔദാര്യമല്ല, ഔദാര്യമില്ല. ഭർത്താവിന്റെ ഔദാര്യമല്ല, അവൾക്ക് അപ്പോൾ ഈ അവകാശപ്പെട്ടതാണ്. ജനറേഷനെ ഷേപ്പ് ചെയ്യാന്നുള്ള റോളാണ് സ്ത്രീ ചെയ്യേണ്ടത്. ഉം. അപ്പോൾ ഞാൻ എൻ്റെ റോള് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ അഭിമാനം കൊണ്ടാൽ മതി. പിന്നെ മറ്റവരുടെ റോള് ചെയ്യാത്തതിന് എന്തിനാണ് പിന്നെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യം? ഒരു ഫുട്ബോളിൽ പിന്നെ ഗോൾ ഇന്ത്യക്ക് ഞാൻ ഒറ്റ ഗോൾ അടിക്കണില്ലല്ലോ, മോശമല്ലേ ഞാൻ ഗോൾ അടിക്കാൻ, ഇവൻ ഗോൾ അടിക്കാൻ കയറി പോകേണ്ട ആവശ്യമില്ലല്ലോ. ആവശ്യമില്ല. ഇവന്റെ റോൾ എന്താണ്? റോൾ മതിയായിക്ക് ചെയ്യാം, അവന്റെ റോൾ മര്യാദ ചെയ്യാം. അപ്പോൾ ജനറേഷൻ ഷേപ്പ് ചെയ്യുക വളരെ അപ്പൊ ഒരു നല്ല അത് കോൺട്രിബ്യൂഷൻ അസൈൻ ചെയ്യുന്നിടത്ത് അവൾക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന റോൾ അസൈൻ ചെയ്ത് റോൾ കൊടുക്കുക. അസൈൻ ചെയ്യാം. അതെ, പുരുഷനെ അസൈൻ ചെയ്തതല്ല സ്ത്രീകൾക്ക് കൊടുക്കേണ്ടത്. സ്ത്രീകൾക്ക് അവളുടെ പ്രകൃതിപരമായിട്ട് ഏറ്റവും നന്നായിട്ട് റോൾ ചെയ്യാൻ പറ്റുന്ന സാധനമാണ് അസൈൻ ചെയ്യുന്നത്. എങ്കിലേ ആ പാരസ്പര്യം നിലനിൽക്കുള്ളൂ, ലോങ് ടേമിൽ സന്തോഷവും ആനന്ദവും ഉണ്ടാവുള്ളൂ. അവിടെ നിങ്ങൾ പറഞ്ഞൊരു ഏറ്റവും പ്രധാന കോൺട്രിബ്യൂഷൻ യുഎന്റെ ആ ഒരു വാക്ക് എന്ന് പറഞ്ഞാൽ ജനറേഷൻ ഷേപ്പർ. അതാണ് അവരെ ഒരു റോൾ എന്ന് പറഞ്ഞത്. അതെ അതെ അതെ. ആ റോള് നിർവഹിക്കുക, ഇത് ഭംഗിയായി ചെയ്യുകയും അതിൽ അഭിമാനം കണ്ടെത്തുകയും പരസ്പരം സ്നേഹത്തോടുകൂടി മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയും ചെയ്താൽ അതിന് ഒക്കൂല ഈ പറഞ്ഞ ഏത് ഈ വാചബോധത്താൽ നിർമ്മിക്കപ്പെടുന്ന ഏത് കൾച്ചറും ഇതിനോട് ഒക്കൂല. ഈ മാത്രമല്ല ഇതൊരു ടൈം ടെസ്റ്റഡ് ആയ സിസ്റ്റമാണ്. മനുഷ്യരാശി ഇത്രയും കാലം മുന്നോട്ട് വന്നിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടാവും, സ്വാഭാവികമാണ്. ഇവർ ഈ ചെയ്യുന്നതൊക്കെ പരീക്ഷണങ്ങളാണ്. ഈ പരീക്ഷണം പെട്ടെന്ന് പരാജയപ്പെടുന്ന നമുക്ക് അതിന് വിഷ്വലൈസ് ചെയ്താൽ മനസ്സിലാക്കുന്നുണ്ട്. അതിന്റെയൊക്കെ റിസൾട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത് ഒരു എന്താ പറയാ, നമ്മളെ ഒരു ഈ കരിയറിസത്തിന് പിന്നാലെ പായുന്ന ഒരു സമൂഹം ഇതേക്കുറിച്ചുകൂടി ഒരു ബോധം, അറ്റ്ലീസ്റ്റ് ഇത് നമ്മളിപ്പോൾ ഈ പറഞ്ഞത് ഇവരാരും ജോലിക്ക് പോകണ്ടെന്നൊന്നുമല്ല ഇപ്പം നമ്മൾ പറഞ്ഞത്. ഇതിനെപ്പറ്റി ഒരു ബോധം ഉണ്ടാണ്, നമ്മൾ പോണത് ഇങ്ങോട്ടാണ് എന്നുള്ളത്. നമ്മളീ പറഞ്ഞ ഒരു സ്റ്റേജിലേക്കാണ് എന്ത് ചെയ്യുന്നത്, നമ്മളും കൂടി സമൂഹത്തെ കൊണ്ടുപോകുന്നത് എന്നുള്ള ഒരു ബോധം നമ്മളെ പുതിയ എല്ലാവർക്കും ഉണ്ടാവണം. പുതിയ ഈ പെൺകുട്ടികളുടെ തലമുറക്ക് വിശേഷിച്ചും ഉണ്ടാകേണ്ട ഒരു സംഗതിയാണെന്ന് തോന്നുന്നു. നമുക്ക് ഈ പരിപാടി നമുക്ക് വൈകിട്ട് ചെയ്യാൻ തോന്നുന്നു. ഇൻഷാല്ലാ ഇത്തരം തോട്ട്സുകളായിട്ട് ഇനിയും ഇത്തരം വേദികളിൽ നമുക്ക് വരണം ഇൻഷാല്ലാ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് ഇവർക്കൊന്നും ഇങ്ങനെ ഏറ്റുമുട്ടേണ്ട ഒരു അവസ്ഥ സമൂഹത്തിൽ ഉണ്ടാകാൻ പാടില്ല. പരസ്പരം അറിഞ്ഞു മനസ്സിലാക്കിയും വളരാനുള്ള അവസരമുണ്ട്. അത് പാരമ്പര്യ മൂല്യങ്ങളിൽ അവോളമുണ്ട്. അതിനെ സ്വാംശീകരിക്കുക, അതിനെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുക, എന്നിട്ട് ഘർഷണങ്ങളില്ലാത്ത ജീവിതവും ഒരു നല്ല പിന്നെ സമ്പന്നമായ വെൽഫെയർ സൊസൈറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുക. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല.